കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലം ഒരു പ്രത്യേക സംഭവമാണ്. ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടം പോലെ എവിടെ തിരിഞ്ഞാലും ബഹളം. സ്ഥാനാർത്ഥികൾ, നേതാക്കൾ, അണികൾ, വിമതർ, പിന്നെ പോയിട്ട് വരുന്നവർ, വന്നിട്ട് പോകുന്നവർ, അങ്ങനെ ജഗപുക. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംഗതി പതിവിലും കളറായിട്ടുണ്ട്. കോമഡി പടങ്ങളെ വെല്ലുന്ന തിരക്കഥകളാണ് ഓരോ ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. മുന്നണികളുടെ മലക്കം മറിച്ചിലും നേതാക്കളുടെ ചാട്ടവും കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് പാവം വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് അടുത്താൽ പിന്നെ ചാട്ടങ്ങളുടെ കാലമാണ്. ചിലർ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടും, മറ്റു ചിലർ മുന്നണി മൊത്തത്തിൽ അങ്ങ് മാറും. ഇതൊരുമാതിരി മ്യൂസിക്കൽ ചെയർ കളി പോലെയാണ്. പാട്ട് തീരുമ്പോൾ എവിടെയെങ്കിലും ഒരു കസേരയിൽ ഇരിക്കണം, അത്ര തന്നെ. ഇത്തവണത്തെ ഏറ്റവും വലിയ കോമഡി കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ്. സംഗതി കേട്ട് കോൺഗ്രസ്സുകാർ പോലും അന്തം വിട്ട് ചിരിക്കുന്നുണ്ടാകും. കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് പ്രസിഡന്റ് വിൽഫ്രഡ് രാജനാണ് ചുവപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത്. ഇത്രയും നാൾ സ്വന്തം പാളയത്തിലെ ആളെ എതിർപാളയത്തിൽ സ്ഥാനാർത്ഥിയായി കാണേണ്ടി വരുന്ന വോട്ടർമാരുടെ ഗതികേടാണ് ബഹുരസം. ഇതിലും വലിയൊരു ട്രാജിക് കോമഡി വേറെയുണ്ടോ? ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഭായ് എന്ന് പറയാതെ പറയുകയാണ് ഇരുകൂട്ടരും. ഇതൊരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് CPM-ന്റെ വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലെ CPIM വനിതാ നേതാവ് റീത്ത നിക്സൺ ആണ് ഇടതിന്റെ പ്രവർത്തനം മതിയാക്കി കോൺഗ്രസിനൊപ്പം ചുവടുറപ്പിച്ചെത്തിയത്. ഇന്നലെ വരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സഖാവിനെയാണ് എതിരാളികൾ കൊണ്ടുപോയത്. പോയവരൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ വരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്നാണ് CPM-ലെ അണികൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുന്നത്. കഷ്ടപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് വളർത്തിക്കൊണ്ടുവന്ന നേതാവ് പിറ്റേ ദിവസം എതിർ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ ആർക്കായാലും ചിരി വരും. പോയവർ പോട്ടെ, പുതിയവർ വരട്ടെ എന്ന മട്ടിലാണ് പാർട്ടിയുടെ നിൽപ്പ്. പക്ഷെ ഈ പോക്കും വരവും കണ്ടിട്ട് ജനത്തിന് തല കറങ്ങുന്നു എന്ന് മാത്രം. പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ പാർട്ടികൾക്ക് തലവേദനയാകുന്നത് വീട്ടിനകത്തെ പോരാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ പലയിടത്തും പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിൽ CPM സ്ഥാനാർത്ഥിക്കെതിരെ വിമത ശല്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറ്റിച്ചുവെന്ന് ആരോപിച്ചാണ് വിമതൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ആരാണ് ഈ വിമതൻ എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് ശ്രീകണ്ഠനാണ് ആ കക്ഷി. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. പാർട്ടി എത്ര അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നോ രക്ഷ എന്നാണ് മറുപടി. സ്വന്തം പാർട്ടിക്കാരനെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നതിലെ കോമഡി എന്തെന്നാൽ ജയിച്ചാലും തോറ്റാലും പാർട്ടിക്ക് തന്നെയാണ് നാണക്കേട്. തൃശ്ശൂരിലും CPM-ന് സ്ഥാനാർത്ഥി നിർണയം തലവേദനയായിരിക്കുകയാണ്. അവനെ വേണ്ട, ഇവനെ മതി, ഇവനെ നിർത്തിയാൽ ഞങ്ങൾ പണിയെടുക്കില്ല തുടങ്ങി ഭീഷണികൾ ഒരു വശത്ത്, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരുകൾ മറുവശത്ത്. കോട്ടപ്പുറം ഡിവിഷനിലാണ് പുതിയ തരം ട്രെൻഡിന് പാർട്ടിക്കാർ തന്നെ വഴിവെച്ചിരിക്കുന്നത്. പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ CPM-കാർ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. P. ഹരിയെ പാർട്ടി നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങില്ലെന്നും പറഞ്ഞ് തൃശൂർ ചക്കാമുക്ക് ബ്രാഞ്ചിലെ ജിതിൻ CPM വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിക്കാർ രംഗത്തിറക്കി. പാർട്ടിക്കാർ തമ്മിലുള്ള കൊതിക്കറിവ് തീർത്തു വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് അതിന്റെ വഴിക്ക് അങ്ങടെത്തും. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ ടാസ്ക് പാർട്ടിക്കാരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഈ കോമഡിയിലെ മറ്റൊരു രംഗമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കും നേതാക്കളുടെ പെട്ടി തൂക്കാത്തവർക്കും സ്ഥാനമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പരാജയം ഭയന്ന് KPCC ജനറൽ സെക്രട്ടറി മറ്റൊരു വാർഡിലേക്ക് പോയി. എരഞ്ഞിപ്പാലം വാർഡിൽ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയെ ഇറക്കി. വാർഡുമായി ബന്ധമില്ലാത്ത മുൻ ബ്ലോക്ക് സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കി. ഇതൊക്കെയാണ് ബാബുവിന്റെ പരാതി. അഴിമതിയിൽ CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചിരിക്കണോ അതോ സത്യമാണോ എന്ന് സംശയിക്കണോ എന്നാണ് ജനം ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരം മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ്? പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതരും UDF-ഉം തമ്മിൽ രഹസ്യ ധാരണയുണ്ടാക്കിയെന്ന വാർത്തയാണ് പുതിയ കോമഡി. ഇന്നലെ വരെ പരസ്പരം കണ്ടാൽ കീരിയും പാമ്പും പോലെ ഇരുന്നവർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ ഒന്നല്ലേ എന്ന് ചോദിച്ച് കൈകോർക്കുന്നു. അധികാരം കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുചേരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇത് കാണുന്ന CPM കോൺഗ്രസ് അണികളുടെ അവസ്ഥ എന്തായിരിക്കും?
അവരുടെ നേതാക്കൾ തന്നെ അവരെ കോമാളികളാക്കുകയാണോ എന്ന് ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കാൻ വിമതരുമായി കൂട്ടുകൂടുന്നതിലെ രാഷ്ട്രീയ തന്ത്രം സാധാരണക്കാർക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നുമില്ല. ഈ ബഹളങ്ങൾക്കിടയിൽ ഞങ്ങൾ ആരുടെയും കൂടെയില്ല, ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെന്ന് പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലാണ് ഈ ഒറ്റയാൻ പോരാട്ടം. മുന്നണികളുടെ ഭാഗമായി നിന്ന് സീറ്റ് കിട്ടാതെ വരുന്നതിന്റെ നിരാശയാണോ അതോ സ്വന്തം ശക്തി തെളിയിക്കാനുള്ള ശ്രമമാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന് കണ്ടറിയണം. എന്തായാലും ആരുമില്ലെങ്കിലും ഞങ്ങളുണ്ടെന്ന ആത്മവിശ്വാസം നല്ലൊരു കോമഡി തന്നെയാണ്. മറുവശത്ത് കുന്നമംഗലം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇറങ്ങുന്ന പക്ഷിക്ക് ഇര കിട്ടുമെന്നാണല്ലോ ചൊല്ല്. മറ്റുള്ളവർ തല്ലുകൂടി തീരുമ്പോഴേക്കും പ്രചാരണം തുടങ്ങാനാണ് അവരുടെ പ്ലാൻ. ഈ തന്ത്രം ഫലിക്കുമോ അതോ നേരത്തെ ഇറങ്ങിയത് വെറുതെ ആകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു കോമഡി സർക്കസ് തന്നെയാണ്. ഇവിടെ ചാട്ടമുണ്ട്, മലക്കം മറിച്ചിലുണ്ട്, വിമതരുടെ അഭ്യാസങ്ങളുണ്ട്, ഒറ്റയാൻ പോരാട്ടങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ട് ചിരിച്ച് ചിരിച്ച് ഒരു വഴിക്കായ പാവം വോട്ടർമാർക്ക് അവസാനം ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല. കാരണം എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ഇവർ ഇതിനോടകം തിരിച്ചറിഞ്ഞു കാണും. തെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം സമ്മാനിച്ച കോമഡി നിമിഷങ്ങൾ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല. പ്രിയപ്പെട്ട വോട്ടർമാരെ, ചിരിക്കാനുള്ള ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കോമഡി ആസ്വദിക്കുക തന്നെ വേണം.